ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കൂ. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ ആസിയ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചില പുരുഷന്മാരെ വശത്താക്കി, ഇവൻ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ജനത്തെയും മൂപ്പന്മാരെയും ശാസ്ത്രിമാരെയും ഇളക്കി അവന്റെ നേരെ ചെന്ന് അവനെ പിടിച്ച് ന്യായാധിപ സംഘത്തിൽ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തി, ഈ മനുഷ്യൻ വിശുദ്ധ സ്ഥലത്തിനും ന്യായപ്രമാണത്തിനും വിരോധമായി ഇടപെടാതെ സംസാരിച്ചു വരുന്നു. ആ നസ്രായനായ യേശു ഈ സ്ഥലം നശിപ്പിച്ച് മോശെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മര്യാദകളെ മാറ്റിക്കളയുമെന്ന് അവൻ പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് പറയിച്ചു. ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ജ്ഞാനവും പരിശുദ്ധാത്മാവും നിറഞ്ഞ 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊരുവനായിരുന്നല്ലോ സ്തേഫാനോസ്. എന്നാൽ ആ സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അത് ദൈവം അവന് കൊടുത്ത കൃപാവരമാണ്. മേശയിലെ ശുശ്രൂഷ ചെയ്തിരുന്നവനാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനുള്ള വരം കൊടുത്തത്. അവിടെ ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്കിയ ആസിയ എന്നീ ദേശക്കാരും ചിലർ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് തർക്കിച്ചു. അപ്പോൾ അവിടെ ഒരു തർക്കമുണ്ടായി. ഈ യവനരായ ആളുകൾ യഹൂദ മതാനുസാരികളായതാണ് എന്ന് പറയപ്പെടുന്നു. യവനർ എന്ന് പറഞ്ഞാൽ തത്വചിന്ത, ഫിലോസഫി, വലിയ ജ്ഞാനം ഇതൊക്കെ ഉള്ളവരാണ്. സാധാരണക്കാരായ ആളുകളല്ല, കുറച്ച് ബുദ്ധിജീവി ടൈപ്പ് ആളുകളാണ്. അവർക്ക് പല കാര്യങ്ങളും അറിയാം. അതുപോലെ തന്നെ അലക്സാന്ദ്രിയക്കാരുണ്ട്. അലക്സാന്ദ്രിയ എന്ന് പറയുന്നത് അതും അന്നത്തെ കാലത്ത് വലിയ അറിവിന്റെ സെന്ററാണ്. അലക്സാണ്ടർ പോയി ഉണ്ടാക്കിയ പട്ടണങ്ങളെയാണ് അലക്സാൻഡ്രിയ എന്ന് വിളിക്കുന്നത്. പല സ്ഥലത്തും യൂറോപ്പിലും ഏഷ്യ മൈനറിലും പല സ്ഥലത്തും അലക്സാൻഡ്രിയ ഉണ്ട്. ഈജിപ്തിലും ഒരു അലക്സാൻഡ്രിയ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഗ്രീക്ക് സംസ്കാരത്തിന്റെ അതിപ്രസരമുള്ള സ്ഥലം. അവിടെ നിന്നൊക്കെ വന്ന ആളുകൾ അവർക്ക് തർക്കിക്കാനും വാദിക്കാനും അറിയാം. തർക്കശാസ്ത്രവും ലോജിക്കും ഒക്കെ പഠിച്ചവരാണ്. പക്ഷേ അവർക്ക് ഈ ചെറുപ്പക്കാരൻ്റെ ജ്ഞാനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ചില അവര് തോറ്റുപോയി എന്ന് മാത്രമല്ല, മേശയിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ആളുടെ അടുത്ത് തോറ്റുപോയി എന്നുള്ളതാണ്. അത് അവർക്ക് വലിയ നാണക്കേടായി. അതവരുടെ ഈഗോയെ ഹേർട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഇവനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നായി. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ വാദിച്ച് ജയിക്കാൻ സാധിക്കുന്നില്ല, കാര്യം പറഞ്ഞ് ജയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ആ ആളെ സ്റ്റീരിയോ ടൈപ്പാക്കും. എന്ന് പറഞ്ഞാൽ ഇയാൾ ഇത്രക്കാരനാണ്, ഇന്ന വിഭാഗക്കാരനാണ്, നമ്മൾ പറയുന്ന ആ ന്യായത്തോട് എതിർത്ത് നിൽക്കാൻ പറ്റാത്ത ഒരാളെ ദേശദ്രോഹിയാണ് എന്ന് മുദ്ര കുത്തും. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ ഇയാൾ ദൈവദൂഷണം പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ സാധിക്കും. ഇപ്പം നമ്മുടെ അയൽ രാജ്യത്ത് തന്നെ അതുണ്ട്. ആ രാജ്യത്ത് ഭൂരിപക്ഷം മുസ്ലിങ്ങളാണുള്ളത്. പാകിസ്ഥാൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ അവിടെ ആരെങ്കിലും ഒരാൾ പ്രവാചക നിന്ദ നടത്തി എന്നൊരു ആരോപണം ഉന്നയിച്ചാൽ മതി. അത് തെളിയിക്കണ്ട, അതിൻ്റെ കോടതിയിൽ അതിൻ്റെ വിസ്താരവും വേണ്ട, തെളിയിക്കേണ്ട യാതൊരു ബാധ്യതയും ഈ ആരോപണം ഉന്നയിച്ച ആൾക്കില്ല. അങ്ങനെ നടന്നില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇയാൾക്കുണ്ട്. ഇല്ലെങ്കിൽ ഇയാൾ കൊല്ലപ്പെടും. അപ്പോൾ ആരെയെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ, പ്രത്യേകിച്ച് അയാൾ ഭൂരിപക്ഷ വർഗത്തിലുള്ള ആളല്ലെങ്കിൽ, അവരെ വളരെ എളുപ്പം
ഈ ബ്ലാസ്ഫമി ലോ, ദൈവദൂഷണം പറഞ്ഞു എന്ന ആരോപണം ഉന്നയിച്ച് കൊലപ്പെടുത്താൻ സാധിക്കും. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.